അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന ഈ നാളുകാർക്ക് നക്ഷത്രപ്രകാരം ജന്മനക്ഷത്ര ക്ഷേത്രങ്ങൾ ഉണ്ട്. അത് ഏവർക്കും അറിയുന്നവരും അറിയാത്തവരുമുണ്ട്. അപ്പോൾ ഓരോ നക്ഷത്രക്കാരും പോയി ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തേണ്ടതാണ്. അതായത് ഇന്ന നക്ഷത്രക്കാർ അവരുടേതായ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബ ക്ഷേത്രമുണ്ട്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ കുടുംബക്കാർ പോയി പ്രാർത്ഥിക്കുമ്പോൾ അത് വേറൊരു പവറാണ് എന്ന് പറയുന്നത് പോലെ നക്ഷത്രത്തിനും ഇന്ന ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഇരട്ടി പവറാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും അത് മുഖേന നമ്മൾക്കുണ്ടാകാനുള്ള കാരണം ആകുന്നതാണ്. ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് ജന്മനക്ഷത്ര പ്രകാരം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരിക്കലെങ്കിലും സ്വന്തം നാൾ പ്രകാരമുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ സ്വന്തം നാൾ പ്രകാരമുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതും അതുപോലെ തന്നെ കുടുംബദേവതകളെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ പോലും സ്വന്തം നാളുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് അത്യന്തം ആവശ്യകരവും അതിലേറെ ഭാഗ്യം നൽകുന്നതുമായ ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ നക്ഷത്രക്കാരും പോയി പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ്. അശ്വതിയുടെ ക്ഷേത്രം കണ്ണൂരിലെ വൈദ്യനാഥ ക്ഷേത്രമാണ്. അതായത് അശ്വതി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് കണ്ണൂരിലെ വൈദ്യനാഥ ക്ഷേത്രത്തിലാണ്. രോഗശാന്തിക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. ഭരണി നക്ഷത്രക്കാർക്ക് കൊല്ലം തൃക്കടവൂർ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് വളരെ ഉത്തമമാണ്, വളരെ ഭാഗ്യങ്ങൾ നൽകുന്നതുമായ കാര്യമാണ്. കാർത്തികക്കാർക്ക് തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് പോയി പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ രോഹിണി നക്ഷത്രക്കാർ പോകേണ്ടത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ നക്ഷത്രക്കാർ പോകേണ്ട നക്ഷത്രപ്രകാരം പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്തതായി മകയിരം, തിരുവാതിര, പുണർദം, പൂയം. മകയിരം നക്ഷത്രക്കാർ പെരുന്ന ശ്രീ മുരുകക്ഷേത്രത്തിലാണ് പോയി പ്രാർത്ഥിക്കേണ്ടത്. താരകാസുര വധത്തിന് ശേഷമുള്ള ഉഗ്രരൂപിയായ സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇനി തിരുവാതിര നക്ഷത്രക്കാർ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലാണ് പോയി പ്രാർത്ഥിക്കേണ്ടത്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ഇവരുടേത് കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. ഇത് ഏറെ ഗുണം നൽകുന്ന കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും. പൂയം നക്ഷത്രക്കാർ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് പോയി ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടേണ്ടത്. ഇനി ആയില്യം നക്ഷത്രക്കാർ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് പോയി ദർശനം നടത്തി സൗഭാഗ്യങ്ങൾ ഭഗവാനിൽ നിന്നുള്ള പ്രീതി നേടേണ്ടത്. ഈ മകം നക്ഷത്ര ജാതർ തിരുവനന്തപുരത്തെ പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രത്തിലാണ് പോയി ദർശനം നടത്തേണ്ടത്. പൂരം നക്ഷത്രക്കാർ പോകേണ്ടത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഇവരുടേത് ദക്ഷിണ കാശി എന്ന കണ്ടിയൂർ ശ്രീ ശിവക്ഷേത്രത്തിലാണ്, ശ്രീ മഹാദേവനെയാണ് ഇവർ പോയി ദർശനം നടത്തേണ്ടത്. അടുത്തത് അത്തം നക്ഷത്രമാണ്. ഇവർ ദർശനം നടത്തേണ്ടത് കോട്ടയത്തെ തൃക്കൊടിത്താനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ ചെങ്ങന്നൂർ ശ്രീ മഹാദേവനെ പോയി പ്രാർത്ഥിച്ച് കണ്ട് തങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം പറഞ്ഞ് അനുഗ്രഹം നേടേണ്ടതാണ്. ചോതി നക്ഷത്രക്കാർ പാമ്പുമ്മേക്കാട്ട് മനയിലാണ് പോകേണ്ടത്. വിശാഖം നക്ഷത്രക്കാർ പോകേണ്ടത് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ്. അടുത്തതായി അനിഴം നാളുകാർ പോകേണ്ട ക്ഷേത്രം ശബരിമലയാണ്. ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെയാണ് അനിഴ നക്ഷത്രക്കാർ പോയി കണ്ടു പ്രാർത്ഥിച്ച് ഫലം നേടേണ്ടത്. തൃക്കേട്ടക്കാർ പോകേണ്ടത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ്റെ അടുത്തേക്കാണ്.
ഇത് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സുഖ സമ്പദ് സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് വളരെയേറെ ഗുണങ്ങൾ നൽകുകയും അതിന് കാരണമാകുന്നതുമാണ്. മൂലം നക്ഷത്രക്കാർ പോകേണ്ടത് നമ്മുടെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി, വിഘ്നങ്ങൾ അകറ്റുന്ന, നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ വിനകളെയും വിഘ്നങ്ങളെയും അകറ്റുന്ന സാക്ഷാൽ ഗണപതി ഭഗവാനാണ്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയെയാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രജാതരായവർ പോയി കണ്ട് പ്രാർത്ഥിച്ച് തങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഒരിക്കലെങ്കിലും പോയി ഒന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ അടുത്തത് പൂരാടം നക്ഷത്രജാതർ പോകേണ്ടത് കൊടുങ്ങല്ലൂർ ഭഗവതിയെ കാണാനാണ്. ഉത്രാടം നക്ഷത്രക്കാർ പോയിരിക്കേണ്ടത് തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. തിരുവോണം നക്ഷത്രക്കാർ പോയി പ്രാർത്ഥിക്കേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. അവിട്ടം നാളുകാരുടെ ജന്മക്ഷേത്രമായി പറയുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ്. അടുത്തതായി ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്ര ജാതർ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് പോയി പ്രാർത്ഥിച്ച് തങ്ങളുടെ വേവലാതികളും ആവലാതികളും ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് ഭഗവാന്റെ കൃപ നേടേണ്ടത്. പ്രാർത്ഥിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ ഭഗവാനോട് ഭഗവാന്റെ മുമ്പിൽ അപേക്ഷയായി നൽകി അതിൽ ഭഗവാൻ പ്രീതനാവുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അദ്ദേഹം സാധിച്ചു തരുന്നത്. അങ്ങനെ അടുത്തത് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരിൽ പൂരുരുട്ടാതി നാളുകാർ പോകേണ്ടത് ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് പോകുന്നത്. വളരെ ഏറെ നല്ല കാര്യമാണ്. ഉത്രട്ടാതിക്കാരുടെ ക്ഷേത്രം വൈക്കം ശിവക്ഷേത്രമാണ്. അടുത്തതായി രേവതി നക്ഷത്രക്കാർ, ഇവരുടെ ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രമാണ്. ഇത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമായിട്ട് വരുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രം. ഇതൊക്കെയാണ് ഓരോ നക്ഷത്രപ്രകാരം ഓരോ നക്ഷത്ര ജാതരും പോയി കണ്ട് പ്രാർത്ഥിക്കേണ്ട ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിൽ പോയി കണ്ട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുമ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാൾ ഇരട്ടി ഭാഗ്യവും ഇരട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയായി നമ്മളിലേക്ക് എത്തുന്നതിനും വളരെ വഴിതെളിക്കുന്ന ഒരു കാര്യമാണിത്. അതിനാൽ തന്നെ തങ്ങളുടെ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാന്റെ പ്രീതി നേടുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇത് ഏറെക്കുറെ ആളുകൾക്ക് അറിയാവുന്നതാണ്. എങ്കിൽ പോലും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി അറിവ് ലഭിക്കാൻ, അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഒന്നുകൂടി അറിവ് ലഭിച്ചെങ്കിൽ അത് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഏവരും പോയി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. ഒരിക്കലെങ്കിലും, അതായത് എപ്പോഴും മാസത്തിലോ പോകാൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ പോകുന്നത് ഉത്തമം തന്നെ. പക്ഷേ അങ്ങനെ പോകാൻ പറ്റാത്തവർക്ക് ഒരു തവണയെങ്കിലും, അതായത് വെക്കേഷൻ സമയങ്ങളൊക്കെ വരികയാണ്, ഒരു തവണയെങ്കിലും പോയി